ഒരുമിച്ച് ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളോടോ പ്രഭാതം മുതൽ കർത്താവ് നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രബോധനങ്ങളിലൂടെ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തിന്റെ ആലോചനകൾ നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിലുള്ള ഗുണീകരണത്തിന് കാരണമായി തീരുവാനൊക്കെ നമ്മുടെ ആഴ്ചയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ച് ഉണർത്തുന്ന വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ട വിഷയങ്ങളെ കുറിച്ച് അറിവ് തരുമ്പോൾ അതിനായി ദൈവത്തിന് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്നാണ്. പക്ഷെ നാം അവന്റെ പ്രവൃത്തിക്കായി സമർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല തോന്നുന്നു. ആകയാൽ ദൈവസ്ഥിരം തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകേണ്ടത് ഈ കേൾക്കുന്ന വേദഭാഗങ്ങൾ, ഇതിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദം നമ്മെ ഒരു ദിവസവും ഓരോ സന്ദർഭങ്ങളിലും വഴി നടത്തിക്കൊണ്ടിരിക്കട്ടെ. അതിനായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ചുരുങ്ങിയ നിമിഷങ്ങൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്ന് 1-2 വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 32-33 വാക്യങ്ങൾ. അയക്കപ്പെട്ടവർ പോയി താങ്കളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുതക്കുട്ടി അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചതിന് കർത്താവ് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. മതി. ഇനി അതിന്റെ 40-ാമത്തെ വാക്യം കൂടെ, 40-ാം വാക്യം. അതിനാണ് ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർക്ക് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഉത്തരം പറയും. മതി. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് ഇവിടെ പ്രാരംഭമായി വായിച്ചു കേട്ടത്. സ്തോത്രം. എന്നെ ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തിയ അല്ലെങ്കിൽ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവഹിതം എന്നെ അറിയിപ്പാൻ തക്കൊണ്ട് ഇടയായിത്തീർന്ന ഒരു വചനമാണ് ഈ 32-ാമത്തെ വാക്യത്തിൽ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കാൻ ഇടയായത്. സ്തോത്രം. കർത്താവ് പറഞ്ഞ ആ കഴുതക്കുട്ടിയെ അഴിക്കുവാൻ കടന്നു പോകുന്ന ആളുകളോട് അതിന്റെ ഉടയവർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമായി പറയേണ്ടത് എന്തെന്ന് താൻ പറഞ്ഞു കൊടുത്തിരുന്നു. അതാണ് നാം ഇവിടെ കേട്ടത്. എന്താണത്? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇത് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനവും മറ്റൊന്നുമല്ല, കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് എന്നുള്ള പരമാർത്ഥമാണ് അവൻ നമ്മെ തന്നെ ബന്ധത്തിലൂടെ സ്തോത്രം. നമുക്കുള്ള ചിലതിനെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് അവൻ നമ്മെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കർത്താവിനെ ആവശ്യമുണ്ട്, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഇതിന്റെ പകൽക്കാലം തിരിച്ചറിയുമ്പോൾ ദൈവമക്കളെ, എന്നെ കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ അത് എന്നെ കർത്താവ് ഏത് വിധത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് അവൻ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കർത്താവിന്റെ പദ്ധതിക്കായി, കർത്താവിന്റെ വേലയ്ക്കായി, കർത്താവിന്റെ രാജ്യത്തിനായി എന്നെ ആവശ്യമുണ്ട്. എനിക്ക് ആ നറുക്ക് വീണു, അവൻ എന്നെ വിളിച്ചു, വേർതിരിച്ചു. He elected me. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മുടെ ഭാഗം എന്താണ് എന്ന് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി മാറാനല്ല, നമ്മളൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വസ്തുത നമ്മിലൊരു മാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. നിന്നെ ചുറ്റു വളർന്നിരിക്കുന്ന ശത്രുക്കളുടെ കയ്യിൽ നിന്നോ, നിനക്കെതിരായി നിൽക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നിന്നോ നിന്നെ വെച്ചിരിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അവൻ തന്നെ ദൂരയായിട്ട് ഒരു രാത്രി കൊണ്ട് വിഗ്രഹിക്കും. അവൻ അത്ഭുതമായ ദൈവമാണ്. അവൻ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അവൻ അസാധ്യമായി ഒന്നുമില്ല. അസാധ്യമല്ല നമ്മുടെ പട്ടികയിലാണ്, നമ്മുടെ നിഘണ്ടുവിലാണ്, നമ്മുടെ മുമ്പിലാണ് ഉള്ളത്. എന്നാൽ ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവത്തിന് പ്രയോജനമായിരിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ദൈവം നമ്മിലൂടെ കൈകളിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാണ് ദൈവം എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെയും കർത്താവ് കണ്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. നമുക്ക് ഈ സംഭവം അറിയാം.
കർത്താവിന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. തനിക്ക് മുൻപേ ഉള്ള അല്ലെങ്കിൽ എതിരെ ഉള്ള ഒരു പട്ടണത്തിലേക്ക് അവരെ പറഞ്ഞു വിട്ടിട്ട്, ഒരു ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയെയും കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞത്. കാരണം ഈ ഭാഗങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനതിനെ വിശദീകരിക്കുന്നില്ല. നമുക്ക് മുമ്പിലുള്ള ആരോഗ്യ സ്തോത്രം വിഷയങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് ആത്മാവിൽ ദർശിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, ആരോഗ്യം അതിന്റെ മുമ്പിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന്. സ്തോത്രം. ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. അവർ കണ്ടത് യേശു പറഞ്ഞതുപോലെ തന്നെയാണ്. കഴുതയെയും കുട്ടിയെയും കെട്ടിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞാൽ കിട്ടുന്നത് ഇത് അയക്കുമ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടാകാം. ചിലർ ചോദിക്കും, അന്നേരം എന്തുത്തരം പറയണമെന്ന് വിചാരിച്ചു വ്യാകുലപ്പെടേണ്ട. ഉത്തരം ഇതാണ്. ആരെങ്കിലും നിങ്ങൾ ചെയ്യുന്ന രണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ പറയാവൂ. എന്താണ്? കർത്താവിന് കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചാൽ അത് തന്നെയാണ് ചോദ്യം വന്നതും അത് തന്നെയാണ് ഉത്തരമായി പറയപ്പെട്ടതും. വേറൊന്നും പറയാൻ പോയില്ല. ഇത്രയും കേട്ടപ്പോൾ അതിന്റെ ഉടമസ്ഥർ അതിനെ വിട്ടയച്ചു എന്ന് നമ്മളവിടെ കാണുന്നു. ദൈവത്തിന് ആവശ്യമായിരിക്കുന്നതിനെ പിശാച് കെട്ടിയിട്ടിരിക്കുന്നെങ്കിൽ അതിനെ അഴിച്ചുകൊണ്ട് വരുവാൻ ദൈവം കൽപ്പന പുറപ്പെടുവിച്ചാൽ പിന്നെ ആർക്കും അതിനെ തടയാൻ കഴിയുകയില്ല. ഇനി അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന് വാഹനമാകണമെന്നുള്ളതാണ്. ഇവിടെയാണ് ക്രിസ്തീയ സമൂഹം പരാജയപ്പെട്ടു പോകുന്നത്. നമ്മെ അഴിച്ചുകൊണ്ട് വന്നു, സമ്മതിച്ചു. ഒരിക്കൽ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരോ അവന്റെ അധികാരത്തിൽപ്പെട്ടവരോ ആയിരുന്നു. എന്നാൽ ദൈവവചനം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ വന്ന് നമ്മെ വിടുവിച്ചെടുത്തു. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? കർത്താവ് പറഞ്ഞത് എന്താണ്? എനിക്ക് അവയെ ആവശ്യമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ തന്റെ ഉപയോഗത്തിന് വേണ്ടിയാണത്, തന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവമേ, ഒരു വേദനയോടുകൂടി ഞാൻ വാക്ക് പറയുന്നത്, നമ്മെ കർത്താവ് പിശാചിന് വിലകൊടുത്ത് ബന്ധനാവസ്ഥയിൽ ഓടിപ്പിച്ച് കൊണ്ടുവന്ന് നമ്മെ സ്വാതന്ത്ര്യത്തിലാക്കി ക്രിസ്തീയമായ സൗഭാഗ്യങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ, സ്വർഗ്ഗരാജ്യത്തിലെ സകലാത്മീയങ്ങളുടെയും സന്തോഷം നമുക്ക് ഉണ്ടെങ്കിൽ ഇന്ന് നാം നിൽക്കുന്നത് കർത്താവിന്റെ പ്രയോജനമുള്ള അവസ്ഥയിലാണോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുവാനാണ് ഈ വാക്യമായി ദൈവത്തിന് യാതൊരു ഉദ്യമിപ്പിച്ചത്. കർത്താവിന് ആവശ്യമുണ്ട്. ഏത് ഭാഗത്ത്, ഏത് വിഷയത്തിൽ, ഏത് കാര്യത്തിൽ ഞാൻ കർത്താവ് ബന്ധപ്പെടുന്നു. സമൂഹത്തിൽ ആരെ വിളിച്ചുകൊണ്ടുന്ന പ്രക്രിയയല്ല കർത്താവ് ഉണ്ടായിരുന്നത്. തനിക്ക് വേണ്ടിയവരെ, തനിക്ക് ബോധിച്ചവരെ എന്തിനാണ് ചോദിച്ചാൽ അവരെ ഉപദേശിക്കാൻ അയക്കാനാണ്, പ്രസംഗിപ്പാൻ അയക്കാനാണ്, രോഗികളെ സൗഖ്യമാക്കുവാൻ അയക്കാൻ വേണ്ടിയാണ് അവൻ ഭാഗവത ശിഷ്യന്മാരെ എടുത്തത്. അങ്ങനെയെങ്കിൽ താൻ തിരഞ്ഞെടുത്ത ഓരോരുത്തർക്കും ദൈവത്തിന്റെ പദ്ധതി ഒരു സ്ഥാനമുണ്ട്, ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ഇവിടെ വെളിപ്പെടുത്തുകയാണ് കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നവർ ഈ വാക്യമൊന്ന് ചിന്തിക്കുവാൻ എന്റെ കർത്താവിന് ആവശ്യമുണ്ട്. ഇതുവരെ ഞാൻ ആവശ്യമില്ലാത്തവരെ പോൽ, പ്രയോജനമില്ലാത്തവരെ പോലെ ജീവിച്ചെങ്കിൽ ഇന്ന് ദൈവത്തിന് വിളിച്ചു പറയുന്നു, നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ സമൂഹത്തിന് വേണ്ടായിരിക്കാം, സഭയിലാർക്ക് വേണ്ടായിരിക്കാം, ഈ കുടുംബത്തിനാർക്ക് വേണ്ടായിരിക്കാം, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഇത് വേണമെന്ന് വിശ്വസിക്കും, ഇതാണ് തീരുമാനിക്കും. എന്റെ കർത്താവിന്റെ പേരിക്ക് വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനായിരിക്കും സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. കർത്താവിന് വാഹനം കയറാനായി കഴിവുള്ളവർ പലരും അപ്പുറത്തും. ശക്തിയുള്ള കുതിരയല്ല കർത്താവ് പിടിച്ചത്, ബലഹീനമായ കരുതയാണ്. രാജാക്കന്മാർ വാഹനം കയറുന്നത് നല്ല കുതിരകളുടെ പുറത്തായിരിക്കും, രഥങ്ങളിലായിരിക്കാം. പക്ഷെ കർത്താവിന് കൃപ തോന്നിയത് ഈ കെട്ടപ്പെട്ട് കിടന്ന കഴുതയിൽ, അതിന്റെ സങ്കടാവസ്ഥയിൽ നിന്ന്, അതിന്റെ ചോദ്യാവസ്ഥയിൽ നിന്ന്, അതിന്റെ ബലഹീനാവസ്ഥയിൽ നിന്ന് വിളിപ്പുറച്ചു കൊണ്ടുവരാനാണ്. കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവന്നു. അവന്റെ നാമം യഥാർത്ഥമായി മനസ്സിലാക്കണം, കർത്താവ് നമ്മെ ബന്ധനത്തിൽ വിടുവിക്കാൻ കൊണ്ടുവന്നു. ബോധ്യമുണ്ട് ഈ വിഷയത്തില്. സ്തോത്രം. വെറുതെ അല്ല ഈ ദൈവരാജ്യത്തിൽ അംഗമായിരിക്കുന്നത്. സ്തോത്രം. അത് മനസ്സിലാക്കണം ദൈവജനം.
ദൈവരാജ്യത്തിലെ അംഗമാണ് നാം. ദൈവരാജ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടുത്തെ സൗഭാഗ്യങ്ങളാണ് നാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആനന്ദമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ഇവിടെ തുടക്കം മുതലേ പറയാനായി ദൈവസഭയിലൂടെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ കൂട്ടായ്മയിലൂടെയുള്ള സന്തോഷമെന്ന് അറിയ ദൈവജനമേ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സന്തോഷം ഇത് ലൗകികമല്ല, ആത്മീകമാണ്. ഇത് ആത്മീകമായ ഒരു ലോകമാണ്. ഇതിനെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈ ദൈവരാജ്യത്തിലാണ് ദൈവത്തിനെ കിട്ടിയിരിക്കുന്നത്. കൊണ്ടുവരാൻ നിനക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവിന്റെ കരം നോക്കി ഈ ശക്തിയെ എനിക്ക് വാഹനം മാറേണ്ടതിന് അതിനെ കൊണ്ടുവന്നു. അതിന് വാഹനം എത്ര പേർക്ക് അത് സന്തോഷിക്കാൻ കഴിയും? ഒരു യോഗ്യതയില്ലാത്ത എന്നെയും കർത്താവ് തന്റെ സാന്നിധ്യത്തിൽ വെളിപ്പെടുത്തുക, തന്റെ മഹത്വത്തിൽ വെളിപ്പെടുത്തുക, തന്റെ പരിശുദ്ധാത്മാവിനെ അമൃതമായി തീരുക. ഒരു ഭാഗ്യമതിയാണ് കർത്താവിന് വാഹനം സ്വയം സമർപ്പിക്കപ്പെട്ട കർത്താവ് മഹത്വപ്പെടും. കാരണം നമ്മൾ വായിക്കുമ്പോൾ അവർ ഹോസന്ന പാടുകയാണ്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ 35-ാം വാക്യത്തിൽ വായിക്കുന്നു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം രണ്ടുകുട്ടിമേൽ ഇട്ടു, യേശുവിനെ കയറ്റി. അവർ പോകുമ്പോൾ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച് താഴോട്ട് വായിക്കുന്നു. 38-ാം വാക്യത്തിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളുടെ മഹത്വവും എന്ന് പറഞ്ഞു. അത് ശിക്ഷത്തിൽ ദൈവത്തെ പുകഴ്ത്തി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗരാജ്യത്തിൽ സമാധാനവും അത്യുന്നതങ്ങളുടെ മഹത്വവും എന്ന് പറഞ്ഞു. അക്ഷരികമായി ഹുബജാതി ഒരു രാജാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിച്ചു ഈ മധ്യ അല്ലെങ്കിൽ യേശു രാജാവായി അവരുടെ കണ്ട്. അതുകൊണ്ടാ രാജാവെന്ന പദപ്രയോഗമാണ്. യേശു വന്നത് രാജാവായല്ല, യേശു പാപികളെ രക്ഷിക്കുന്ന രക്ഷകനായിട്ടാണ്. യേശു ഇനി വരാനിരിക്കുന്നത് രാജാവായിട്ടല്ല, യേശു വരുന്നത് മണവാളനായിട്ടാണ്. തന്റെ മധ്യാകാശ വരവിന്റെ 2-ാം ഘട്ടത്തിൽ മാത്രമാണ് താൻ രാജാവായി വെളിപ്പെടുന്നത്. ദൈവമേ, അവൻ നിന്റെ സകല സങ്കടങ്ങളെയും മോചിപ്പിക്കത്തക്കവണ്ണം ജീവിതത്തിന് മേൽ അനുഗ്രഹം തരുവാനുള്ള അവൻ കുതിരപ്പുറത്ത് കരുതപ്പുറത്ത് വാഹനം തീർന്നു. താഴോട്ട് വായിക്കുമ്പോൾ 39-ാം വാക്യത്തിൽ വരുന്നു, പുരുഷാരത്തിൽ ചില പരീക്ഷന്മാരോ അവനോട് നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. കാരണം പറയുന്നുണ്ട്, അവരിത്രയും ഉച്ചത്തിൽ ഘോഷിക്കുന്നു, അതുകൊണ്ട് നീ അവരെ വിലക്കണം എന്ന് യേശുവിനോട് ആവശ്യപ്പെടുകയാണ്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ വായിച്ചത്. അതിനവൻ ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഇവർ മിണ്ടാതിരുന്നാൽ, ആര് മിണ്ടാതിരുന്നാൽ? മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആരാണിത്. 37-ാം വാക്യത്തിൽ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ചത് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. വീര്യപ്രവൃത്തികൾ കണ്ട ദൈവജനം സന്തോഷിച്ച് ഈ സഭയിൽ അനേക അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തികളോട് അത് കേട്ടവരും കണ്ടവരും അത്യുച്ചത്തെ കുറിച്ച് യേശു പറഞ്ഞു, ഇവർ മിണ്ടാതിരിക്കാൻ സാധ്യമല്ല. ഇവർ മിണ്ടാതിരിക്കുന്നവരിരിക്കട്ടെ, ഇവർ മിണ്ടാതിരുന്ന കല്ലുകളാക്കും. പുറത്തു കിടന്ന കല്ലുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, ഈ കിടക്കുന്ന കല്ലുകളാക്കും.
തീക്കുമ്പാരങ്ങളിൽ കിടന്ന തീവണ്ട് കിടന്ന ഈ കല്ലുകൾ ജീവിക്കുമെന്നോ, ഈ കല്ലുകൾക്ക് ചലനമുണ്ടാകുമെന്നോ, ഈ കല്ലുകൾ ആർപ്പിടുമെന്നോ അവർ യേഹൂദൻ വിചാരിച്ചില്ല. എന്നാൽ കർത്താവിനെ മുൻകൂട്ടി പ്രവചിക്കുകയാണ്, ഈ കല്ലുകൾ ആർക്കും. ആ കല്ലുകളെ ആ കർത്താവ് നിലനിർത്തുന്നു. റമ്പറമ്പിൽ കിടന്ന ആ കല്ലുകളെ ഈ ദൈവം അത് നമുക്ക് ധ്യാനിക്കുന്നുണ്ട്. യഹൂദനെന്ന ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ഈ സൗഭാഗ്യം പ്രാപിക്കാൻ കഴിയാതെ അവരുടെ തിരക്കെടുക്കൽ നിമിത്തം അത് തഞ്ഞപ്പെട്ടു പോയപ്പോൾ പുറത്ത് നടന്ന കല്ലുകളാണ് ഒരു യോഗ്യതയുണ്ടായിരുന്നു. തിരഞ്ഞെടുത്തുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ പറയുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും രണ്ടാം വാക്യം വായിക്കാം. ഒന്ന് പത്രോസ് 2:2. നാലാമത്തെ വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നതുകൊണ്ട് നിങ്ങൾ ജീവനുള്ള കല്ലുകളായി. സ്തോത്രം. മനുഷ്യർ തള്ളിയ കല്ല. സ്തോത്രം. ദൈവത്തിന്റെ കാര്യപരിപാടി നോക്കി ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചേർത്ത് വെച്ച് പണിയാൻ ഈ കല്ലുകളെ ജീവിപ്പിച്ചെടുത്തു. ജീവൻ അവൻ വെപ്പിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഇനി കല്ലുകളാക്കും. അത് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപം നമുക്ക് മനസ്സിലാവും. എന്താണ് എന്താ വാക്യത്തിൽ? ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീകയാഗം, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് ആത്മാവിനാരംഭിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ പണിയാണ്. ആത്മാവിൽ പണിയാണ്. പരിശുദ്ധാത്മാവിന്റെ നിവാസമായി ദൈവം വസിക്കുന്നതിന് മന്ദിരമായി നാം തീരേണ്ടതിന് ആത്മാവിൽ പണിയേണ്ടത്. ഈ കല്ലുകളെ ദൈവം ജീവിപ്പിച്ചെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം ദൈവത്തിൽ സന്തോഷിക്കുന്നത് ഉണ്ടാകുന്ന ഈ കല്ലുകൾ ആർക്കും പുറത്തു കിടക്കുന്ന കല്ലുകൾ. സ്തോത്രം. ഇന്ന് പെന്തക്കോസ്തുകാർ ആരാധനയൊന്നും വലിയ താല്പര്യമുള്ള വിഷയമല്ല. കാരണം ചൂനച്ചാരിയിരിക്കുന്ന കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. എത്രയോ ഞങ്ങൾ ആരാധിക്കുക, എത്രയോ ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൽ ഒരു പ്രായ വ്യത്യാസവുമില്ല. സ്തോത്രം. ഒരു കാലത്ത് തിരിച്ച കാലത്ത് നല്ല ഉത്സാഹവും ആരാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് അനങ്ങാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവമക്കളെ, കർത്താവിനെ ആരാധിക്കുന്നതിലും മഹത്വപ്പെടുത്തുന്നതിലും യാതൊരു തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന അവന്റെ മുമ്പിൽ കടന്നു വരുന്നവരാണ് ആരാധിക്കുക. ഇന്ന് പകൽക്കാലം അവൻ നിന്റെ ജീവനുള്ള കണ്ടായി നീ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഈ ജീവന്റെ ചലനവും തുടിപ്പും നമ്മിലുണ്ടാവണം. ഞാൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരണം. കർത്താവ് വാഹനമേറുന്ന ഒരു കഴുതയായി ഞാൻ മാറ്റം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ പുറത്തിരിക്കുന്നവനെ ലോകം കാണട്ടെ. രഹസ്യ ക്രിസ്ത്യാനികളാണ് ഏറെ വർദ്ധിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുകയാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ ലജ്ജിക്കുന്നവരാണ് ഏറെയും. ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ വലിയ ലജ്ജയാണ്. വർഷങ്ങളിൽ കൂടെ ജോലി ചെയ്തവർക്ക് അറിയത്തില്ല ഇദ്ദേഹം ഏത് പണക്കാരനാണെന്ന്. ആ നിലയിൽ രഹസ്യമായി വയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്.
ദൈവമക്കളെ, ക്രിസ്തു നിന്റെ പുറത്തിരിക്കുന്നുണ്ടെങ്കിൽ ലോകം അറിയും നീ ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. മൂടി വെക്കാൻ ലോകം സാധിച്ചില്ല. പീലാത്തോസ് പറഞ്ഞു ഇപ്പോഴും കല്ല് വെക്കാതിരിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ അവരെ ശിഷ്യന്മാരെ കൊണ്ടുപോയിരിക്കുകയായിരിക്കും. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, അങ്ങനെയൊക്കെ അങ്ങ് വിശ്വസിച്ചാൽ മതിയെന്ന് ലോകത്തോട് പറഞ്ഞെങ്കിൽ സത്യമല്ല. വിളിച്ചു പറഞ്ഞുകൊണ്ട് കല്ല് തുറന്നു കിടക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്നു. ഞാൻ നിന്നിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ലോകം അറിയും. കർത്താവ് നമ്മിൽ ജീവിക്കേണ്ട ദൈവമാണ്. കർത്താവ് ജീവിക്കുന്ന അറിയണമെങ്കിൽ കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ വാക്കുകൾ, കർത്താവിന്റെ പ്രവൃത്തി നമ്മിലും ഉണ്ടാകണം. യേശു എന്റെ പുറത്തുണ്ടെന്ന് കഴുതയ്ക്ക് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. കഴുത പുറത്ത് കയറ്റിയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ജനം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവർ ആർത്തരാൻ തുടങ്ങി. അവർ ഹോട്ടലിന്റെ വാടി അവർ പറയുകയാണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടു. ദൈവം ഇത് നിനക്ക് ദൈവം മാന്യത കൽപ്പിച്ചിരിക്കുക. അവനെ നീ വഹിക്കാൻ തയ്യാറായി. എത്ര നാൾ മൂടി വെച്ച് പോകാനാവും? എത്ര നാൾ ദൈവ പ്രവർത്തിക്കുന്ന മാറി നിൽക്കാൻ കഴിയും? നീ കർത്താവിനെ നിന്റെ പുറത്തൊന്ന് കഴിച്ചു. നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അവരെ ഏറ്റെടുക്കരുത്. അവന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നൊന്ന് യാത്ര ചെയ്യും. കൈനയുടെ ലക്ഷ്യം പുൽപ്പേറ്റും അല്ലെങ്കിൽ അത് രീതിയിലുള്ള ഇടമായിരിക്കാം. പക്ഷെ കർത്താവിന്റെ ലക്ഷ്യം യെരൂശലേം ദേവാലയമാണ്, ആരാധനയാണ്. ആ കൈനയുടെ ചിന്താഗതിക്കുന്നവരെ മാറ്റം വരുത്തിക്കൊണ്ട് അതിന് ലക്ഷ്യം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിനക്കെല്ലാം ലക്ഷ്യം, നമുക്കെല്ലാം ലക്ഷ്യമുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾ നിവർത്തിക്കാവുന്നതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ കർത്താവിന്റെ ലക്ഷ്യം എന്താണെന്ന് അവരെനിക്കറിയാം. കർത്താവ് കയറി കഴിഞ്ഞപ്പോഴാണ് കുതിരയുടെ ഡയറക്ഷൻ മാറുന്നത്. ഇനി വല്ലവന്റെ ചുമക്കാൻ വേണ്ടി അല്ല ഇനി പോകേണ്ടത്. ഇനി കർത്താവിന്റെ യെരൂശലേം ദേവാലയത്തിലേക്കാണ് പോകേണ്ടത്. ആരാധനയിടത്തിലേക്കാണ് പോകേണ്ടത്. ദൈവജന മുഴുവനത്തേക്കാണ് പോകേണ്ടത്. അത് കർത്താവിനെ ഏൽക്കിയവന് മാത്രമേ ഇനി ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഞാനൊരാളെ കഴിഞ്ഞ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ആരാധനയ്ക്ക് വലിയ സന്തോഷമാണ് ഒക്കെ. ഞാൻ പറഞ്ഞു വോട്ട് വെൽക്കം വന്നാട്ട് വിളിച്ചോണ്ട് വന്നു. വന്നു കഴിഞ്ഞ് ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മതിയായി. പിറ്റേ ദിവസം വിളിച്ചോ പറയുകയാണ്, വിദ്യാഴ്ച വിളിച്ചോ പറയുക, ഓ ഇത് ഇന്ന് ഓണമല്ലേ, അവിടെ ഭയങ്കര ഓണാഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓണം അവരാഘോഷിക്കട്ടെ, നമ്മളെന്തിനാ ഓണത്തിന് പുറകെ പോകുന്നത്? എന്നാലും അങ്ങനെയല്ലോ, ഞാൻ നോക്കട്ടെ, ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഭാര്യയെ വിളിക്കുമ്പോൾ പറഞ്ഞു, പക്ഷേ ഡ്യൂട്ടിയാണെന്നാ തോന്നുന്നത്, സൗകര്യമുള്ളപ്പോ വരാം പോരെ. ഏത് പുറത്തുണ്ടെങ്കിൽ അവൻ യെരൂശലേമിൽ പോകും. ദൈവത്തെ ആരാധിക്കാൻ പോകും, ഇല്ലെങ്കിൽ ഓണം ആഘോഷിക്കാൻ പോകും. ഇതാ ലോകത്തിന്റെ സന്തോഷം. ദൈവമക്കളെ, നീ ഏതാ തെരഞ്ഞെടുക്കുന്നത്? ലോകത്തിന്റെ സന്തോഷമാണോ അല്ലെങ്കിൽ സ്വന്തം ആരാധന സന്തോഷം? നമ്മുടെ ആത്മചക്രി ചോർന്നു പോകുന്ന 3 ഏരിയകളുണ്ട്. 3 കാരണങ്ങളാണ് നമ്മുടെ ആത്മാവിന്റെ ചക്രി ചോർന്നു പോകുന്നത്. ഓരോ ആഴ്ചയിലും നമ്മൾ പ്രാപിക്കുന്നതെല്ലാം കൂടെ ഉണ്ടാകുന്ന അക്യുമേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തോ ആയിരുന്നില്ലേ? സ്തോത്രം, നമ്മൾ ഇങ്ങനെ പറഞ്ഞനേമായിരുന്നു ചെറുത് കൂടാതെ. അത്രമാത്രം ആത്മശക്തിയിൽ നമ്മൾ നിറഞ്ഞനെ. എന്നാൽ 3 കാരണങ്ങളാൽ ഈ ആത്മശക്തിക്ക് ശോഷണം സംഭവിക്കുന്നു, കുറവ് സംഭവിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് എന്റെ വാക്കിൽ വിരാമം കുറിക്കാം. 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ അവിശ്വാസം. ദൈവത്തിന്റെ വചനങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാതെ ഈ പറയുന്ന നമ്മളെല്ലാം പല സന്ദർഭങ്ങളിലായി ദൈവവചനത്തെ അവിശ്വസിച്ചു. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിചാരിച്ച പോലെ അങ്ങനെ നടക്കൂ എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കൺഫ്യൂഷൻ. ശമരിയുടെ പരിവാദികൾ ചേക്കൽ 2 തയ്യാർ ഗോതമ്പും ചേക്കൽ 1 തയ്യാർ ഗോതമ്പ് 2 തയ്യാർ ഇക്കുമെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ രാജാവിന് കൈത്താണ്ടൽ കൊടുക്കുന്ന മനുഷ്യന് സാധ്യമായില്ല. സ്തോത്രം. ദൈവമാണ് പറഞ്ഞതെങ്കിൽ അത് സംഭവിക്കുന്നത് ഇവിടെ പറയാനിടയായിരുന്നു. എനിക്ക് മുമ്പേ പ്രബോധിപ്പിച്ചവർ അത് ദൈവമാണ് പറഞ്ഞതെങ്കിൽ അത് നടക്കും. വചനത്തിലാണ് ഇത് ഉള്ളതെങ്കിൽ 100% വിശ്വസിച്ചോളാം. അവിശ്വാസം നമ്മുടെ ആത്മീയ ശക്തി തോർത്തുവാൻ കാരണമായി തീരുകയാണ്. രണ്ടാമത്തെ ഏറിയ ഗുരുകുറുപ്പ്. ദൈവത്തോട് പിറുപിറുക്കുക. ദൈവം തന്ന നന്മകളിൽ സന്തുഷ്ടരാകാതെ പല കാര്യങ്ങൾ വെച്ച്
പലപ്പോഴായി ദൈവത്തോട് പിറുപിറുത്തു പോകും. മൂന്നാമത്തെ വിഷയം, മാനസികമോ ശാരീരികമോ ആയി ലോകമോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മാനസികമോ ശാരീരികമോ ആയി ലോകത്തിന്റെ മോഹത്തിലേക്ക് ഒരുവർ ഇറങ്ങിപ്പോകുന്നു. ഈ മൂന്ന് കാരണങ്ങളാൽ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിക്ക് കുറവ് സംഭവിക്കും. കഷ്ടപ്പെടുത്തിയത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിർവചനം പറയുന്നത്, നീ കാത്തിരുന്നോ നിന്നെയും ദൈവങ്ങൾക്ക് വേണ്ടി, ദൈവത്തോട് കാത്തിരിക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിവരെ പോലെ നിന്നെ കാണുന്ന ഞങ്ങൾക്കറിയാം നിന്റെ ആത്മീയ വളർച്ചയുടെ ഘടന എവിടെ എത്തിയിരിക്കുന്നുവെന്ന്. നാളുകൾ കൊണ്ട് മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാർക്കറിയാം നമ്മുടെ ആത്മീയതകളൊക്കെ എന്തായിരിക്കുന്നെന്ന്. ഇതിന് പ്രത്യേക മീറ്റൊന്നും വേണ്ട, മാലിന്യൊന്നും വേണ്ട. ഓരോ സന്ദർഭങ്ങളിലാണ് സുനാമി വരാൻ നോക്കിയിരിക്കുക, ചിലർ ഉടനെ, ചിലർ ഭൂകമ്പം വരാൻ നോക്കിയിരിക്കുകയാണ്, ചിലർ കൊടുങ്കാറ്റടിക്കാൻ നോക്കിയിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിനാണ് വേണ്ടി ആരും നോക്കിയിരിക്കരുത് കേട്ടോ. ഒഴുക്കിക്കൊണ്ട് പോകും, പിന്നെ അഡ്രസ് പോലും കാണത്തില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഒന്നും കാത്തിരിക്കരുത്. അത് നോക്കാനാണ് ഞങ്ങൾക്ക് മൂന്ന് വെച്ചുള്ളൂ. ആളപ്പാരെന്ന് അറിയും അറിയണം. എന്നാലേ പ്രാർത്ഥനയുള്ളൂ, പിന്നെ സാക്ഷ്യമുള്ളൂ, ഒരു കണ്ണുനീരുള്ളൂ. എന്റെ വാക്ക് എന്റെ കർത്താവ് എന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വചനത്തിലൂടെ ബലപ്പെടുത്തി എന്ന് പറയും. എപ്പോഴാണെന്നറിയോ? ഈ ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ അതുവരെ ഒന്നും ബലപ്പെടുത്തിയിട്ടില്ല, ഒരു വാക്യം സംസാരിച്ചിട്ടുമില്ല. വചനം സംസാരിക്കാൻ തുടങ്ങുന്നത് പ്രശ്നം വരുമ്പോൾ മാത്രമാണോ? നമ്മുടെ ആത്മീയ കുറവ് സംഭവിക്കുന്ന മേഖലകളെ കണ്ടെത്തി നമ്മൾ ആത്മാവിൽ പരിപൂർണ്ണമായി ആലയമായി നാം തീരേണ്ടത്. ഞാൻ വായിച്ച വാക്യം കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഓരോരുത്തരും നമ്മുടെ സ്വന്തം പേരിനോട് ചേർത്ത് വ്യക്തിത്വത്തോട് ചേർത്ത് പറ, കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. ഈ ബോധ്യം ഇന്ന് തന്നെ വലിച്ചിട്ടില്ലെങ്കിൽ കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ട് അവന്റെ വേലയ്ക്ക് അവന്റെ പ്രവർത്തിച്ച് അവൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇതുപോലെയല്ല വ്യത്യസ്തമായിരിക്കുന്നില്ലേ ദൈവം കാണുന്നത്. ഇത് കാലം ദൈവം നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവെ ആഗ്രഹിക്ക് എന്നെ ഏത് പ്രവർത്തിക്കാൻ ആവശ്യമുള്ളത് ഞാൻ എങ്ങനെയായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതാ എന്റെ ഒരുക്കമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവം നിന്റെ ഹർജിന്നത്തിൽ ആ ഭാഗം തെളിയിക്കുന്നത് നിന്നെ കൊണ്ട് കാര്യം അവൻ നിന്നോട് ചെയ്യുവാൻ പറയും. അവൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ സന്തോഷം പ്രാപിക്കും. കർത്താവിന്റെ പ്രവൃത്തിയിൽ ഈ ഭാഗമാക്കായത് ഇത് നമ്മൾ ലക്ഷ്യമില്ലാതെ പോവുകയാണ്. എന്റെ രാത്രികളാണെന്നോട് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയായത് എന്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനിയായത് കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുന്നവരാണോ നമ്മൾ? ക്രിസ്ത്യാനിയായത് അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ടായിരിക്കരുത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ മാത്രമാണ് ക്രിസ്ത്യാനി. അവൻ മാത്രമാണ് ക്രിസ്ത്യാനി, അല്ലാത്തവരാരും ക്രിസ്ത്യാനികളല്ല. ലോകക്കാർ അങ്ങനെയെങ്കിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരായിരിക്കട്ടെ നാം ഓരോരുത്തരും കർത്താവിന്റെ വാഹനമായി അവന് പ്രവൃത്തിക്ക് വേണ്ടി ആരാധനയുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാകട്ടെ. ഹല്ലേലൂയ. ദേവാലയത്തിൽ സന്തോഷമുണ്ട്. ദൈവത്തിനെ കൂട്ടിക്കൊണ്ട് നഷ്ടമാക്കുന്നവരുടെ ആളുകളുടെ ചിലരുടെ പ്രയാസം അവിടെ ചെന്നാലും നീ മിണ്ടാതിരിക്കണമെന്ന്, അത് പിശാചിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. നീ മിണ്ടരുത്. നിശബ്ദമാക്കുവാൻ ശ്രമിക്കുന്ന ലോകത്തിന് മുമ്പിൽ കർത്താവിന് പറയാനുള്ളത് ഈ കല്ലുകൾ ആർക്കും. അപ്പുറത്ത് കിടന്ന ആ കല്ലുകളാ നാമം ഇന്ന് ജീവൻ വെച്ചു, അവൻ നമ്മെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ. നല്ല ആത്മാവിന്റെ ആത്മയെ ഒരു മന്ദിരമായ നിവാസമായി അവൻ നമ്മെ തീർത്തിരിക്കുക. ഉയരേണ്ടത്. അതിനായി നമ്മുടെ ജീവിതത്തിൽ ദൈവനിരക്കിലേക്ക് ഉദ്ദേശിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം തങ്ങളെ വണങ്ങി ശക്തമായ ദൈവത്തിൽ